ജനപ്രതിനിധികൾക്ക് ആദരവും അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ സമർപ്പണവും നടത്തി. ഹരിപ്പാട് ആയാപ്പറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധിഭവൻ സ്നേഹവീടിന്റെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികൾക്ക് ആദരവും അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ സമർപ്പണവും നടത്തിയത്. ഹരിപ്പാട് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്താണ് ഞാനിവിടെ പറയേണ്ടത്? മനസ്സിനെ കുറിച്ച് പറയണോ അതോ വൃദ്ധജനങ്ങളെ കുറിച്ചുള്ള കഥ പറയണോ എന്ന് ഞാനിങ്ങനെ സങ്കോചപ്പെടുകയാണ്. എന്തായാലും മനസ്സിനെ കുറിച്ച് പറയാമെന്ന് അവസാനം തീരുമാനിക്കുകയാണ്. വല്ലാത്തൊരു കെട്ടകാലത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ്. ഗവൺമെന്റിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മുടെ പ്രകൃതിയും സമൂഹവും അന്തരീക്ഷവും എല്ലാം വല്ലാത്ത വഷളായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തല്ല, 4 ദിവസത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ 3 കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പള്ളിപ്പാട് ഡിവിഷൻ അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, വിയപുരം, ചെറുതന, കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും വൈസ് പ്രസിഡന്റുമാർ, ചെറുതന ബ്ലോക്ക് ഡിവിഷൻ അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർക്കും ആദരവ് നൽകി. സംഘാടക സമിതി ചെയർമാൻ ശ്രീകുമാർ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ ഭാഗമായി ആദ്യ ഫലവൃക്ഷം ചെറുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേഷ്, കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മനുവിന് നൽകി നിർവഹിച്ചു. ചെറുതന ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഫലവൃക്ഷ തൈകൾ പദ്ധതിയുടെ ഭാഗമായി നൽകും. ഗാന്ധിഭവൻ സ്നേഹവീര ഡയറക്ടർ മുഹമ്മദ് ഷമീർ സ്വാഗതം പറഞ്ഞു. ഹരിത കേരള മിഷൻ, സോഷ്യൽ ഫോറസ്റ്റ്, ആലപ്പുഴ ഓഫീസ് എന്നിവർക്ക് ആദരവ് സമ്മാനിച്ചു. പ്രണവ് ശ്രീകുമാർ, G. രവീന്ദ്രൻപിള്ള, സുന്ദരം പ്രഭാകരൻ, നാസർ പുല്ലുകുളങ്ങര, അൻവർ ഉസ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഹരിപ്പാട്.